നമ്മൾ നാലാമത്തെ ക്ലാസ്സിലേക്കാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുമായി നമ്മൾ പഠിച്ച പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടോ? എഴുതി പഠിച്ചില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ് എല്ലാം വേസ്റ്റാണ്. ഇപ്പം നിർബന്ധമായും എഴുതി പഠിക്കണം. മാത്സ് പഠിക്കാൻ മറ്റു മന്ത്രങ്ങളൊന്നുമില്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ടുള്ള എഴുതി പഠിക്കുക, അല്ല വേറെ ഒന്നുമില്ല. തുടർച്ചയായി നമ്മൾ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ അത് മറന്നുപോകും. പഠിപ്പിക്കുന്ന നമുക്ക് പോലും മറന്നുപോകും. അപ്പം പിന്നെ പഠിക്കുന്ന നിങ്ങൾക്കോ? അപ്പം എഴുതി പഠിക്കുക. ഞാൻ 2 ഹോംവർക്ക് ഇട്ടിരുന്നു, അത് ചെയ്തിട്ടുണ്ടോ? എന്തായാലും ഞാൻ ഹോംവർക്ക് ഇന്നും അയക്കുന്നില്ല. ഇപ്പോൾ ഒരു ടോപ്പിക് കൂടി. ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ 3 പ്രോബ്ലംസ് എടുത്തിട്ട് ബാക്കി 2 ഹോംവർക്ക് ഇട്ടു. സെക്കൻഡ് ടോപ്പിക് ഞാൻ ഇപ്പോൾ എടുക്കുകയാണ്. ഇതിൽ ഒരു 2 പ്രോബ്ലംസ് നമ്മൾ ഒരേ മോഡലിൽ 2 പ്രോബ്ലംസ് ഇടും. ഞാൻ പറഞ്ഞു തരും, അതിനുശേഷം ഹോംവർക്ക് തരും. ആ ക്ലാസ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഹോംവർക്കിൻ്റെ ആൻസർ കീ ഞാൻ അയച്ചു തരും. അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഹോംവർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പേജിൽ കുറച്ച് സ്ഥലം വിട്ടിരിക്കണം. ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം വിട്ടിരിക്കണം. അതെന്തിനെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്ത ഹോംവർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്തി എഴുതണം. അപ്പോൾ തിരുത്തി എഴുതാൻ വേണ്ടി നമുക്ക് സ്ഥലം വേണം. അതുകൊണ്ടാണ് കുറച്ച് സ്ഥലം വിട്ടിരിക്കുന്നത്. കുറച്ച് സ്ഥലം അധികമായി പോയാലും കുഴപ്പമില്ല, പക്ഷെ നമുക്കത് വേണം. ഓക്കെ. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളെ കസ്റ്റഡിയിൽ നിങ്ങളെ മുന്നാലെ മാത്സ് ടെക്സ്റ്റ് ബുക്കും മാത്സ് നോട്ട് ബുക്കും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ശരിയെന്നല്ലോ? മാത്സ് ടെക്സ്റ്റ് ബുക്കുണ്ട്, മാത്സ് നോട്ട് ബുക്കുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ എഴുതാണ്ട് പേന ഉണ്ടെന്ന് വേണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. രണ്ടും ഉണ്ട്. ഇപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് തുടങ്ങാം. അതിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ 3 ക്ലാസ്സിലും പഠിച്ചത് 8ാം ക്ലാസ്സാണ്. 8ാം ക്ലാസ്സിലെ റിപ്പീറ്റേഷൻ ആയിരുന്നു. പക്ഷേ ഇന്ന് മുതൽ നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്. ഇതാണ് 9ാം ക്ലാസ്സിലെ ശരിക്കും പറഞ്ഞാലുള്ള പ്രോബ്ലം. പേഴ്സ് ഓഫ് ഇക്വേഷൻ. നേരത്തെ ഉള്ളത് ഇക്വേഷൻ മാത്രമാണ്. ഇപ്പോൾ ഇക്വേഷൻ്റെ ജോഡിയായി വരുന്നത്. പെയർ മീൻസ് ജോഡി. ഇക്വേഷൻ സമവാക്യ ജോഡികളായിട്ട് വരുന്നത് ഇനി നമ്മൾ ഇന്ന് മുതൽ പഠിക്കുന്നതാണ്. യെസ്, ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടിട്ടുണ്ട്. അത് നോക്കി എഴുതിയെടുക്കുക. ഇതിൽ നോക്കി എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മലയാളം മീഡിയം ആയിരുന്നാലും ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നാലും സെയിം പേജ് തന്നെയാണ്. പേജ് നമ്പർ 40, ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിയെടുക്കുക. രാജു bought 7 notebooks of 200 pages and 5 of 100 pages for 107 rupees. Joseph bought 5 notebooks of 200 pages and 7 of 100 pages for 97 rupees. What is the price of each kind of notebooks? ഇതാണ് ക്വസ്റ്റ്യൻ. രാജു 200 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവും വാങ്ങി. വില 107 രൂപ. ജോസഫ് 200 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവുമാണ് വാങ്ങിയത്. വില 97 രൂപ. ഓരോ തരത്തിലുള്ള നോട്ട് ബുക്കുകളുടെ വില എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. എഴുതിയെടുത്തല്ലോ? ശരി. ഓക്കെ. യെസ്, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തല്ലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത്രയാണ്, സിമ്പിൾ. 200 പേജ് നോട്ട്ബുക്കിൻ്റെ വില എത്ര? 100 പേജുള്ള നോട്ട് ബുക്കിൻ്റെ വില എത്ര? ഇതെല്ലാം പറഞ്ഞിട്ടുള്ളൂ അല്ലേ? 200 പേജുള്ള നോട്ട് ബുക്കും 100 പേജുള്ള നോട്ട് ബുക്കുമാണ് വാങ്ങിയിട്ടുള്ളത്. ഇവയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രാജു വാങ്ങിയതും ഇവിടെ ജോസഫ് വാങ്ങിയതിൻ്റെ കണക്കുകളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരേ ഒരു കാര്യം, 200 പേജുള്ള നോട്ട് ബുക്കിൻ്റെ വില എത്ര, 100 പേജുള്ള നോട്ട് ബുക്കിൻ്റെ വില എത്ര, ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് 200 പേജുള്ള നോട്ട് ബുക്കിൻ്റെ വില, 100 പേജുള്ള നോട്ട് ബുക്കിൻ്റെ വില. അപ്പോൾ നമുക്ക് അതിന് പേര് കൊടുക്കാം. 200 പേജുള്ള നോട്ട് ബുക്കിൻ്റെ വിലയ്ക്ക് നമുക്കൊരു പേര് കൊടുക്കാം. ലെറ്റ് ദ പ്രൈസ് ഓഫ് 200 പേജ് നോട്ട് ബുക്ക് എന്ത് പേര് കൊടുക്കാം? എക്സ്. എന്നാൽ 100 പേജസ് നോട്ട് ബുക്കിൻ്റെ വിലയ്ക്ക് നമുക്ക് എന്ത് പേര് കൊടുക്കാം? ഒയ് എന്ന് പേര് കൊടുക്കാം. 2 വേരിയബിളായി. Let the price of 200 pages notebook is X.
then the price of 100 pages notebook is y. 200 പേജുള്ള നോട്ട്ബുക്കിന്റെ വില എക്സ് എന്നിരിക്കട്ടെ, 100 പേജുള്ള നോട്ട്ബുക്കിന്റെ വില y എന്നിരിക്കട്ടെ. നമ്മൾ കൺസെപ്റ്റ് ചെയ്യാണ്. യെസ്, ഇത് എഴുതിയെടുക്കുക. നമുക്കിവിടെ രണ്ട് വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് 200 പേജുള്ള നോട്ട്ബുക്കിന്റെ വിലയും 100 പേജുള്ള നോട്ട്ബുക്കിന്റെ വിലയും. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് ദ പ്രൈസ് ഓഫ് 200 pages നോട്ട്ബുക്ക് ഈക്വൽ ടു എക്സ് റുപ്പീസ്. 200 pages നോട്ട്ബുക്കിന്റെ വില എക്സ് രൂപ. യെസ്, നമുക്ക് കണക്ക് ചെയ്യാം. ലെറ്റ് ദ പ്രൈസ് ഓഫ് 200 pages നോട്ട്ബുക്ക് ഈക്വൽ ടു എക്സ് റുപ്പീസ്. 200 പേജ് നോട്ട്ബുക്കിന്റെ വില എക്സ് രൂപ. എഴുതിയെടുത്ത് പറഞ്ഞേ. ലെറ്റ് ദ പ്രൈസ് ഓഫ് 100 pages നോട്ട്ബുക്ക് ഈക്വൽ ടു y റുപ്പീസ്. 100 പേജ് നോട്ട്ബുക്കിന്റെ വില y. വില അറിഞ്ഞൂടാത്തോണ്ടാണ് നമ്മൾ അതിനകത്ത് പേര് കൊടുത്തത്, y എന്ന പേര് കൊടുത്തത്. ഇവിടെ നമുക്ക് ഇനി എക്സും വൈയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യണം. ഇവിടെയാണ് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യണം. പെയർസ് ഓഫ് ഇക്വേഷൻ രണ്ടാവുമ്പോൾ എന്താണ്? ജോഡി. പെയർ മീൻസ് ജോഡി. ഒരു ജോഡി ചെരുപ്പ്, ഒരു ജോഡി കമ്മൽ നമ്മൾ പറയുന്നത് പോലെ ഇവിടെ രണ്ട് ഇക്വേഷനാണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യും? രാജു 200 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവും, ഇവിടെ നോട്ട് പുസ്തകം എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് ബുക്കിനെയാണ്. 200 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവും 100 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണവും വാങ്ങി എത്ര രൂപ കൊടുത്തു? 107 രൂപ കൊടുത്തു. അപ്പൊ 200 പേജുള്ള ഒരു നോട്ട് ബുക്കിന്റെ വിലയാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ രാജു 200 പേജുള്ള എത്ര നോട്ട് ബുക്ക് വാങ്ങിച്ചു? 7 എണ്ണം അല്ലേ? ഒരു നോട്ട് ബുക്കിന്റെ വില എക്സ്. അങ്ങനെയാണെങ്കിൽ 7 നോട്ട് ബുക്കിന്റെ വില എക്സ് ഗുണം 7, 7x. അങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത്. ഒരു മാങ്ങാപ്പഴത്തിന്റെ വില 10 രൂപയാണെങ്കിൽ 7 മാങ്ങാപ്പഴത്തിന്റെ വില 10 ഗുണം 7. അപ്പൊ എത്ര? അങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത്. 7 ഗുണം 10 അപ്പൊ 70 രൂപ എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ മതി. ഒരു നോട്ട് ബുക്കിന്റെ വില എക്സ് ആണെങ്കിൽ 7 നോട്ട് ബുക്കിന്റെ വില 7 ഗുണം എക്സ്. അപ്പൊ 7 ഗുണം എക്സ് പ്ലസ് അയാൾ വേറെ എന്ത് വാങ്ങി? 200 പേജുള്ള 7 നോട്ട് ബുക്കും 100 പേജുള്ള എത്രണ്ണം വാങ്ങി? 5 എണ്ണവും. 100 പേജുള്ള ഒരു നോട്ട് ബുക്കിന്റെ വില y. അങ്ങനെയാണെങ്കിൽ 5 പേരുടെ വില 5 y. ഒരു നോട്ട് ബുക്കിന്റെ വില y, 5 എണ്ണത്തിന്റെ വില 5 y. ഇത് രണ്ടും കൂടി ചേർത്താണ് അയാൾ എത്ര രൂപ അയാൾ കൊടുത്തത്? ഈ കച്ചവടക്കാരൻ അയാൾ കൊടുത്ത രൂപ 107 രൂപ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി. ഈ ഇക്വേഷൻ എഴുതിയില്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രാജു 200 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണവും 200 പേജുള്ള ഒരു ബുക്കിന്റെ വില എക്സ് നമ്മളിതാ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ 7 എണ്ണമാണെങ്കിൽ 7x നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്ലെ. ഒരു മാങ്ങാപ്പഴത്തിന്റെ വില 10 രൂപയാണെങ്കിൽ 7 മാങ്ങാപ്പഴത്തിന്റെ വില 7 ഗുണം 10. ഒരു നോട്ട് ബുക്കിന്റെ വില എക്സ് രൂപയാണെങ്കിൽ 7 നോട്ട് ബുക്കിന്റെ വില 7 ഗുണം എക്സ്. അത്രയേ ഉള്ളൂ. പിന്നെ 100 pages നോട്ട് ബുക്കിന്റെ വിലയ്ക്ക് നമ്മൾ കൊടുത്ത പേരെന്തിനാണ്? y. രാജു 100 പേജുള്ള എത്ര നോട്ട് ബുക്ക് വാങ്ങി? 100 പേജുള്ള 5 എണ്ണം. ഒരെണ്ണത്തിന്റെ വില y ആണെങ്കിൽ 5 എണ്ണത്തിന്റെ വില 5y. ഈ രണ്ടും കൂടി ചേർത്താണ് ആകെ വില. എത്ര രൂപയാണ് നമ്മൾ കച്ചവടക്കാരനെ അയാൾ കൊടുത്തത്? 107 രൂപ. ഇപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 1. അടുത്തെന്താണ് പറഞ്ഞ? പിന്നെ അടുത്ത ബുക്ക് വാങ്ങിച്ച ആളാരാണ്? ജോസഫ് വാങ്ങിയ കണക്കൂടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? ജോസഫ് 200 പേജുള്ള നോട്ട് പുസ്തകം 5 എണ്ണം. ഇപ്പൊ ജോസഫ് വാങ്ങിയത് 200 പേജുള്ള ഒരു നോട്ട് ബുക്കിന്റെ വില എക്സ്. അങ്ങനെ ജോസഫ് എത്ര എണ്ണം വാങ്ങി? 5 എണ്ണം വാങ്ങി.
ഒരെണ്ണത്തിന്റെ വിലയാണ് എക്സ്. അങ്ങനെ 5 എണ്ണം വാങ്ങി. അപ്പോൾ എത്രയായി? 5x. 100 പേജുള്ള എത്ര എണ്ണം വാങ്ങി? 100 പേജുള്ള നോട്ട് പുസ്തകം 7 എണ്ണമാണ് വാങ്ങിയത്. അപ്പൊ ഒരു 100 പേജുള്ള ഒരു നോട്ട് ബുക്കിന്റെ വില y ആണ്. അതിന് അങ്ങനെ എത്ര എണ്ണം വാങ്ങി? 7 എണ്ണം വാങ്ങി. അപ്പൊ 5x + 7y രണ്ടും കൂടി ചേർത്ത് ഇയാൾ എത്ര രൂപ കൊടുത്തു? എത്ര പറയുന്നുണ്ട്? എത്രയാണ്? 7 എണ്ണവും മാത്രം വാങ്ങി. വില 97 രൂപ. ഇക്വേഷൻ നമ്പർ 2 എഴുതുക. ഇത്ര എഴുതുക. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഈ 2 ഇതിനെയാണ് നേരത്തെ നമ്മളെ ചാപ്റ്ററിന്റെ പേരെന്താണ്? പെയർസ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികൾ. ജോഡി മീൻസ് 2. 2നെ നമ്മളെന്താ പറയുക? ജോഡി എന്ന് പറയണം. നമ്മൾ പെയറായിട്ട് വാങ്ങുന്ന സാധനങ്ങളുണ്ട്. ഒരു ജോഡി ചെരുപ്പ് നമ്മൾ ചെരുപ്പ് വാങ്ങുമ്പോൾ ഒന്നായിട്ട് വാങ്ങാറില്ല, ഒരു ജോഡിയായിട്ട് വാങ്ങുള്ളൂ. കമ്മൽ വാങ്ങുമ്പോൾ ഒന്നായിട്ട് വാങ്ങാറില്ല, നമ്മൾ ഒരു ജോഡി കമ്മലാണ് വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ ജോഡിയായിട്ട് വാങ്ങുന്ന പല സാധനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അതായത് ഇവിടെ 2 ഇക്വേഷൻ വന്നുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സമവാക്യ ജോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെയർസ് ഓഫ് ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനി ഈ 2 ഇക്വേഷനും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് RX. അപ്പോ ഈ ഇക്വേഷന്റെ പെയർസ് ഓഫ് ഇക്വേഷന്റെ സോൾവിംഗ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. ഇത് നമ്മൾ പഠിക്കുന്നു അതിന്റെ വിലയിരുത്തുക. അപ്പൊ നമുക്കിവിടെ 2 അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് എക്സ്, മറ്റൊന്ന് വൈ. ഈ 2 പേരുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ്. ഈ 2 അൺനോൺ ക്വാണ്ടിറ്റീസും കൊണ്ട് ഇങ്ങനെ നമ്മൾ നടന്നാൽ നമുക്ക് ഇതിൽ ആരെയും കിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഈ അൺനോൺ ക്വാണ്ടിറ്റീസ് മീൻസ് അറിഞ്ഞുകൂടാത്ത ആളുകൾ, ഒന്ന് എക്സും ഒന്ന് വൈ, രണ്ടിടത്തും ഉണ്ട്. ഇമാർ രണ്ടുപേരെയും കൂടെ കൊണ്ടു നടന്നിരുന്ന നമുക്ക് ഇതിൽ ആരെയും കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഒരാളിനെ നമുക്ക് തട്ടിക്കളയണം. മനസ്സിലായല്ലോ? ഒന്നിൽ എക്സ് അല്ലെങ്കിൽ വൈ, ഇത് 2ൽ ആരെങ്കിലും ഒരാളിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം, ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ മറ്റേ ആളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇക്വേഷൻ വരുമ്പോൾ ഒരു അൺനോൺ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവനെ തട്ടിക്കളയണം. തട്ടിക്കളയുക എന്ന് പറഞ്ഞിരുന്നാല് ഞാൻ പറഞ്ഞൊരു ഭാഷയാണ്. പക്ഷെ നമ്മളെ മാത്സിന്റെ ഭാഷയിൽ പറയുമ്പോൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം, ഇല്ലാതാക്കണം. അല്ലേ? ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എപ്പോഴാണ് ഇല്ലാതാവുന്നത്? ഒരു ടേംസ് ക്യാൻസൽ ചെയ്ത് പോകണം. എപ്പോഴാണ് ക്യാൻസൽ ചെയ്ത് പോണത്? സെയിം ക്വാണ്ടിറ്റീസ് വിത്ത് ഓപ്പോസിറ്റ് സൈൻസ്. അങ്ങനെയുള്ള 2 ടേംസ് വന്നാൽ അവ ആഡ് ചെയ്താൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടിപ്പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ -5 +5 2 സെയിം ക്വാണ്ടിറ്റീസ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ ആണ്. സെയിം ക്വാണ്ടിറ്റീസ് ആണ്, ഓപ്പോസിറ്റ് സൈൻ ആണ്. രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. -5ഉം +5 എന്ത് ചെയ്യും? നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് ചെയ്യും? വെട്ടിപ്പോകും. അപ്പൊ +2x -2x എന്ത് ചെയ്യും? രണ്ടും എന്ത് ചെയ്യും? വെട്ടിപ്പോകും. അപ്പൊ വെട്ടിപ്പോവുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു പോവുക എന്ന് പറയുന്നത് എപ്പോഴാണ്? സെയിം ക്വാണ്ടിറ്റീസ് ആയിരിക്കണം, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. അപ്പോ സെയിം ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരുന്നാല് വേരിയബിളും അതിന്റെ കോഎഫിഷ്യന്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. വേരിയബിളും കോഎഫിഷ്യന്റും സെയിം ആയിരിക്കണം. ഇവിടെ വേരിയബിൾ ആരാണ്? എക്സ്. ഇവിടെ വേരിയബിൾ എക്സ് തന്നെ. പക്ഷേ കോഎഫിഷ്യന്റ് 7ഉം 5ഉം ആണ്. സെയിം അല്ല. സെയിം ആയിരുന്നെങ്കിൽ ഇവന്റെ സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും? വെട്ടിപ്പോകും. അപ്പൊ ഇവിടെ ഇപ്പോ 7x, ഇവിടെയും 7x എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2നെ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്തിനാണ്? അതിന്റെ രണ്ടാമത്തിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം തന്നല്ലോ. രണ്ടാമത്തിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം. അപ്പോ അത് ക്യാൻസൽ ചെയ്യും. പക്ഷെ ഇവിടെ ഈ 7x, ഇവിടെ 5x ആണ്. രണ്ടും സെയിം അല്ല. അപ്പോ ഇവിടെ ഇപ്പോ നമുക്ക് 7x + 5y = 107, 5x + 7y = 97. സെയിം ക്വാണ്ടിറ്റീസ് ഇല്ല. സെയിം ക്വാണ്ടിറ്റീസ് ഉദ്ദേശിക്കുന്നത് സെയിം വേരിയബിൾ വിത്ത് സെയിം കോഎഫിഷ്യന്റ്, ഒരേ ചരവും ഒരേ ഗുണകവും ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ സെയിം എന്ന് പറയാൻ പറ്റൂ. അപ്പൊ യോഗ ഇവിടെ സെയിം ഇല്ല. ഒന്നുകിൽ എക്സിന്റെ ടൈം സെയിം ആവണം, അല്ലെങ്കിൽ വൈയുടെ ടൈം സെയിം ആവണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെയിം ആയാൽ മാത്രമേ ഇതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. ഒന്നുകിൽ എക്സിന്റെ ടൈം സെയിം ആവണം, അല്ലെങ്കിൽ വൈയുടെ ടൈം സെയിം ആവണം. അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പല രീതിയുണ്ട്.
പല രീതിയുണ്ട്. അതിൽ ഏറ്റവും എളുപ്പ രീതി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്പർ ഇത് സെയിം ടേം ആക്കാൻ വേണ്ടി ഒരുപാട് രീതിയുണ്ട്. അതിൽ ഏറ്റവും എളുപ്പ രീതി ഞാൻ പറഞ്ഞുതരാം. അതാകുമ്പോൾ പിന്നെ ഒരുപാട് ആലോചിക്കണ്ട. മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ നമ്പർ 1 by 5 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ എത്ര ടേംസ് ഉണ്ടോ എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ നമ്പർ 1 by 5 എന്ന് പറഞ്ഞാൽ ആരാണ്? സെക്കൻഡ് ഇക്വേഷനിന്റെ ആദ്യ ടേമിന്റെ കോഎഫിഷ്യന്റ് ഓർ ആദ്യ പദത്തിന്റെ ഗുണകം. സെക്കൻഡ് ഇക്വേഷന്റെ ആദ്യ പദത്തിന്റെ ഗുണകം കൊണ്ട് ഫസ്റ്റ് ഇക്വേഷന്റെ എല്ലാ പദങ്ങളെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോ 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. 7x 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 35x അല്ലേ? 5 7 35. അവിടെ കൊണ്ട് തീരുന്നില്ല. അതേ 5 കൊണ്ട് അടുത്തതിന് മൾട്ടിപ്ലൈ. അപ്പൊ എത്ര കിട്ടും? 25y ഈക്വൽസ് അതേ 5 കൊണ്ട് 107 മൾട്ടിപ്ലൈ ചെയ്യണം. 5 7 35 മിച്ചം 3 5 1 5. അപ്പൊ എത്ര കിട്ടി? 535. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 മൂന്നാമത്തെ ഇക്വേഷൻ. ശരിയാണല്ലോ. ഇപ്പം നമ്മൾ ചെയ്തത് ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ചെയ്തത് രണ്ടാമത്തെ ഇക്വേഷന്റെ ആദ്യ ടേമിന്റെ കോഎഫിഷ്യന്റ് ഓർ ഗുണകം കൊണ്ട് ഒന്നാമത്തെ ഇക്വേഷന്റെ എല്ലാ ടേംസിനെയും നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ 5 കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ. അപ്പൊ സ്വാഭാവികമായ തിരിച്ചെങ്ങായിരിക്കും അടുത്ത് വരണ? എങ്ങനെ? നമുക്ക് ഒരു ഇക്വേഷൻ കൂടി വേണമല്ലോ. അടുത്ത എങ്ങനെയായിരിക്കും? ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തത് സെക്കൻഡ് ഇക്വേഷന്റെ ഫസ്റ്റ് ടേമിന്റെ ആദ്യ ഫസ്റ്റ് ടേമിന്റെ കോഎഫിഷ്യന്റ് മലയാളത്തിൽ പറയുമ്പോൾ ഗുണകം കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെ എല്ലാ ടേംസിനും മൾട്ടിപ്ലൈ. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത് എന്തായിരിക്കും? ഫസ്റ്റ് ഇക്വേഷന്റെ ഫസ്റ്റ് ടേം ആരാണത്? 7x. അതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 7 കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യും? സ്വാഭാവികമായും സെക്കൻഡ് ഇക്വേഷന്റെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 7 5 എത്ര? ഇവിടെ 35x. 7 കൊണ്ട് 7y 49y. 7 കൊണ്ട് 97 7 7 49 മിച്ചം 4. 7 7 9 9 7 63. അങ്ങനെയല്ലേ? 7 7 49 മിച്ചം നമ്മളെ സാറിന് എങ്ങനെ എഴുതും? 4. അടുത്ത് 7 9 9 7 63 4 67. ശരിയാണല്ലോ. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ. നമ്മളെ സങ്കടം ഇതായിരുന്നു, ഏതെങ്കിലും ഒരു അൺനോൺ ക്വാണ്ടിറ്റിയെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ സെയിം ടേംസ് വേണം. സെയിം ടേംസ് വന്നാൽ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോഴും നമുക്ക് ഇല്ലായിരുന്നു, ഇപ്പോൾ നമുക്ക് കിട്ടി. സെയിം ടേംസ് കിട്ടി. കണ്ടല്ലോ, 35x 35x. ഇനി ഇതിനെ ക്യാൻസൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? 35x കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 70x കിട്ടും. ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ ഇവന്റെ ഒരെണ്ണത്തിന്റെ ചിഹ്നം പോസിറ്റീവ്, ഒന്നെന്തായിരിക്കണം? നെഗറ്റീവ്. എങ്ങനെ നെഗറ്റീവ് ആവണം? ഇക്വേഷൻ നമ്പർ 3യിൽ നിന്നും ഇക്വേഷൻ നമ്പർ 4നെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എങ്ങനെയാണ്? നമ്മളെ ഭാഷയിൽ ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ മൈനസ് ചെയ്യണേന് നമ്മൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ. ആരെയാണോ മൈനസ് ചെയ്യേണ്ടത് അവന്റെ സൈൻ ചേഞ്ച് ചെയ്ത് ആദ്യത്തെ ആളിനോട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 5 മൈനസ് -7. 5ൽ നിന്നും -7നെ നമുക്ക് മൈനസ് ചെയ്യണം. ആയിരിക്കും നമ്മൾ എന്താ ചെയ്യണത്? 5 നോ ചേഞ്ച്. മൈനസ് മാറും, എന്താവും? പ്ലസ്. -7 മാറും, എന്താവും? +7. അപ്പൊ എത്രയായിട്ട് മാറും? 12. അത് തന്നെ ഇവിടെയും ചെയ്യുന്നു. നമുക്ക് ഇവിടത്തെ സൈൻ ചേഞ്ച് ചെയ്യണം, എന്നാൽ മാത്രമേ ഇവ എന്ത് ചെയ്യുള്ളൂ? ക്യാൻസൽ ചെയ്തു പോകും. അതിലേക്ക് നമ്മൾ ചെയ്യണത് സൈൻ ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4. ഇക്വേഷൻ 3യിൽ നിന്നും ഇക്വേഷൻ 4നെ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇക്വേഷൻ 4ന്റെ സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യും.
നെഗറ്റീവ് ആവും, ഇതെന്താവും നെഗറ്റീവ് ആവും, ഇതെന്താവും നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? 35 ഇനി ആഡ് ചെയ്യാം, സൈൻ ചേഞ്ച് ചെയ്ത് പിന്നെ ആഡ് ചെയ്യുക. 35x നെഗറ്റീവ് 35x എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. പിന്നെ മിച്ചം പറഞ്ഞ ആരാണ്? പോസിറ്റീവ് 25y നെഗറ്റീവ്. ഇനി ഈ പോസിറ്റീവിന് പ്രസക്തി ഇല്ല, കാരണം നമ്മൾ ഇതിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു, ഇതിന്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല, പിന്നെ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ 25y നെഗറ്റീവ് 49y എങ്ങനെ കിട്ടാം? ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആഡ് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ്? സൈൻ ഓഫ് ദ ലാർജ്, ടേക്ക് ദ സൈൻ ഓഫ് ദ ലാർജസ്റ്റ് അതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ, അങ്ങനെയല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. വലുതിന്റെ സൈൻ എടുത്തിട്ട് വലുതിന് ചെറുതിനെ മൈനസ് ചെയ്യണം. വലുതിന്റെ സൈൻ ആരാണ് വലുത്? 49y, അതാണ് വലുത്. അവന്റെ സൈൻ എടുത്തു, വലുതിന് ചെറുതിനെ കുറയ്ക്കണം. 49 × 25 കുറച്ചാൽ എത്ര കിട്ടും? 24y. ഓക്കെ, ഈക്വൽ ടു ഇവിടെ അത് തന്നെ. വലിയ ആള് അവനാണ്, അവന്റെ സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. 679 535 കുറയ്ക്കും എന്ന് പറഞ്ഞാൽ 9 5 കുറയ്ക്കും, എത്ര കിട്ടും? 4 കിട്ടും. 7 3 കുറയ്ക്കും, അപ്പോഴെത്ര കിട്ടും? 4 കിട്ടും. 6 1 കുറയ്ക്കും, അപ്പോൾ 5 കുറയ്ക്കും, അപ്പോഴെത്ര കിട്ടും? 1 കിട്ടും. നെഗറ്റീവ് 24y ഈക്വൽ ടു 100 നെഗറ്റീവ് 144. therefore y ഈക്വൽ ടു നമുക്കറിയാവുന്നത് പോലെ നെഗറ്റീവ് 144 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 24. ഓക്കെ, then you know നെഗറ്റീവ് ബൈ നെഗറ്റീവ് നമുക്കറിയാം. നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്തിനാണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് നെഗറ്റീവ് ബൈ നെഗറ്റീവ്? സെയിം സൈൻസ് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ്, സെയിം സൈൻസ് മൾട്ടിപ്ലൈ ചെയ്താലും പോസിറ്റീവ്, സെയിം സൈൻസ് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ്, ഓപ്പോസിറ്റ് സൈൻസ് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്. പിന്നെ 144 24 എത്ര പ്രാവശ്യം ഉണ്ടാവും എന്നാണ്. എത്ര പ്രാവശ്യം ഉണ്ടാവും ഉദ്ദേശം? 24. ഒരു 6 പ്രാവശ്യം നോക്കാം. 6 4 24, 2 6 2 12 2 14. അപ്പൊ 6 ആണ് ആൻസർ. y equal to 6. y means what is y? നമ്മൾ ആരെയാണ് y കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്? y കൊണ്ട് റെപ്രസെന്റ് ചെയ്ത ആരാണ്? the price of 100 pages notebook is represented by the letter y. 100 പേജ് നോട്ട്ബുക്കിന്റെ വിലയ്ക്കാണ് നമ്മൾ y എന്ന ലെറ്റർ കൊണ്ട് എന്ത് ചെയ്തത്? റെപ്രസെന്റ് ചെയ്തത്. ആ y-യുടെ വാല്യൂ എത്ര എന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്കിപ്പോ നമ്മളെ മുന്നിൽ എത്ര ഇക്വേഷൻ ഉണ്ട്? 4 ഇക്വേഷൻ ഉണ്ട്. 4 ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 1 2 3 4. Substitute this value y equal to 6 in any one of these equation. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ y-യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get the answer x. നമുക്ക് ആരുടെ വാല്യൂ കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. that means the price of 200 pages നോട്ട്ബുക്കിന്റെ വാല്യൂ നമുക്ക് കിട്ടും. എഴുതുക, ഇത്ര എഴുതുക. യെസ്, അപ്പൊ ഇത്ര എഴുതിയല്ലോ. അപ്പോ y equal to x 6. that means the value അല്ലെങ്കിൽ സോറി the price of 100 pages notebook is 6 rupees. then we want the price of 200 pages notebook. നമുക്കിനി ആവശ്യം എന്നുള്ളത് 200 പേജ് നോട്ട്ബുക്കിന്റെ വാല്യൂ അല്ല പ്രൈസ്, വില, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ സൂചിപ്പിച്ചു, ഈ വാല്യൂ ഏതാ? y equal to 6 substitute in any one of these equations. നമ്മളെ കസ്റ്റഡിയിൽ 4 ഇക്വേഷൻ കിടപ്പുണ്ട്. ഇക്വേഷൻ നമ്പർ 1 2 3 4. y equal to 6 എന്നാണ് വാല്യൂ. ഇതിൽ ഏതിലെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതിലെങ്കിലും മലയാളത്തിൽ പറഞ്ഞാൽ ആരോപിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് y equal to 6 in equation 1. നമുക്ക് 1ൽ ആരോപിക്കാം, അതാണ് ഏറ്റവും സൗകര്യം. 1ൽ തന്നെ ആരോപിക്കണ നിർബന്ധമൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് y equal to 6 in equation 1. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് മലയാളം മീഡിയം ചേർക്ക് മനസ്സിലാവും. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആരോപിക്കുക, വില കൊടുക്കുക എന്നാണ്. അപ്പൊ അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പൊ ആരോപിക്കുക. 7x plus 5y equal to 107.
വൈയുടെ വിലയാണ് ആരോപിക്കുന്നത്. വൈയുടെ വില ആരോപിക്കുമ്പോൾ ബാക്കി നോ ചേഞ്ച്. 7x നോ ചേഞ്ച് പ്ലസ് നോ ചേഞ്ച് 5y മീൻസ് 5 into y എന്ന 5y ദാറ്റ് മീൻസ് 5 into y 5 into അവിടെ വൈയുടെ വില എത്ര കൊടുക്കും? 6. അവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളത്. വൈക്ക് പകരം നമ്മൾ ഏത് കൊടുത്തു? സബ്സ്റ്റിറ്റ്യൂട്ട് y = 6. ഇക്വേഷനിൽ വേറെ ഒരു മാറ്റവും നമ്മൾ വരുത്തുന്നില്ല. വൈയുടെ സ്ഥാനത്ത് എത്ര കൊടുത്തു? 6 കൊടുത്തു. ഈക്വൽ ടു എത്രയാണ്? 107. ഓക്കെ. അപ്പോ ഇനി നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ, ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. 7x പ്ലസ് 5 into 6 എത്രയാണ്? 5 into 6 5 6 30 ഈക്വൽ ടു 107. 7x നമുക്ക് ആവശ്യം x ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതേപോലെ ഒരു അൺനോൺ ക്വാണ്ടിറ്റി നമുക്ക് വേണമെങ്കിൽ അവൻ മാത്രം മതി. ഇവിടെ ഇപ്പൊ ആര് മാത്രം മതി? 7x മാത്രം മതി, വേറെ ആരും വേണ്ട. അപ്പൊ അവന്റെ കൂടെ ഉള്ള എന്ത് ചെയ്യും? കൊല്ലും നമ്മള്. അവനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തുണ്ടു. 7x = 107 - 30 അല്ലേ? 107 അപ്പുറത്തേനാണ്, അവന് വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള +30 അപ്പുറത്ത് പോകുമ്പോ അവന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു. പ്ലസ് അപ്പുറത്ത് പോകുമ്പോ എന്തായി മാറി? മൈനസ് ആയി മാറി. ശരി തന്നെ? -30 അപ്പുറത്ത് പോയി, -30. അപ്പോ 7x = 107 - 30. 7ന് 0 പോയ അവൻ തന്നെ 7 തന്നെ. 10ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 7 കിട്ടും. ഓക്കെ, 77. Then x = 77 / 7. അപ്പൊ എത്ര കിട്ടും? 11. x = എത്ര? 11. 11 മീൻസ് 11 rupees. ആരാണ് x? എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ആരാ എക്സ് എന്ന് പറഞ്ഞ റെപ്രസെന്റ്? ആരെയാണ് എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്? ദ പ്രൈസ് ഓഫ് 100 pages നോട്ട്ബുക്ക് ഈസ് റെപ്രസെന്റഡ് ബൈ എക്സ്. 200 പേജ് നോട്ട്ബുക്കിന്റെ വിലയ്ക്കാണ് നമ്മൾ എന്ത് പേര് കൊടുത്തത്? എക്സ് എന്ന പേര് കൊടുത്തത്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? നമുക്ക് 2 ആൻസറും കിട്ടി. എന്താണ്? പ്രൈസ് ഓഫ് 200 pages notebook equal to ആരാണ്? എക്സ്. 11 rupees. 200 പേജ് നോട്ട് ബുക്കിന്റെ വില 11 രൂപ. പേജ് നോട്ട് ബുക്കിന്റെ വില സമം 11 രൂപ. അടുത്തെന്താ? ദ പ്രൈസ് ഓഫ് 100 pages നോട്ട്ബുക്ക് ഈക്വൽ ടു നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര? 6 rupees. 100 പേജ് നോട്ട്ബുക്കിന്റെ വില 100 പേജ് നോട്ട്ബുക്കിന്റെ വില സമം 6 രൂപ അല്ലേ? 200 പേജ് നോട്ട്ബുക്കിന്റെ വില 11 രൂപ. 100 പേജ് നോട്ട്ബുക്കിന്റെ വില 6 രൂപ.